മഹാമാരിയെ ഒറ്റക്കെട്ടായി നേരിടുകയാണ് രാജ്യം. അതിൽ സുപ്രധാനമായി പങ്കുവഹിക്കുന്നവരാണ് ഓരോ മലയാളിയും. രാജ്യത്ത് കോവിഡ് വ്യാപനം നടക്കുമ്പോഴും കേരളത്തിൽ വ്യാപനത്തിന്റെ തോത് കുറയ്ക്കാനും മരണനിരക്ക് ഇല്ലാതാക്കാനും ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമായ കേരളത്തിനായി. എന്നാൽ കോവിഡ് മഹാമാരിയേക്കാൾ വലിയ മാരിയാകാൻ സാധ്യതയുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. രാജ്യം സമ്പൂർണ്ണ ലോക്ഡൌണിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ ലോക്ഡൌണിലേക്ക് പോയ സംസ്ഥാനത്ത് ബാറുകൾ തുറക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന വാർത്ത ഏറെ ആശങ്കയും വേദനയും ജനിപ്പിക്കുന്നു. കോവിഡ് വ്യാപനം തടയുന്നതിനായി ജനം വീട്ടിലിരുന്നപ്പോൾ തൊഴിൽ നഷ്ടവും സാമ്പത്തിക നഷ്ടവും സഹിച്ച് സഹകരിച്ചവരാണ് മലയാളികൾ. ബാറുകൾ അടഞ്ഞു കിടന്നതോടുകൂടി മദ്യമില്ലാതെയും ജീവിക്കാൻ മലയാളിക്ക് കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ തന്നെ മദ്യവിൽപ്പനയിൽ പഞ്ചാബ് കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തുള്ള കേരളത്തിൽ മദ്യം ഒന്നിനും പരിഹാരമല്ല എന്നും വീണ്ടും തെളിയിച്ചു. മദ്യം കിട്ടാതെ വന്നതോടുകൂടി ചില അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് അത് നിയന്ത്രിക്കാനും സാധിച്ചു. ഒപ്പം ഭവനങ്ങളിൽ ശാന്തിയും സമാധാനവുമാണ് നിലനിൽക്കുന്നത്. പിന്നെയും എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മദ്യം വിളമ്പുന്നത്? മദ്യഷാപ്പുകൾ തുറന്നാൽ തന്നെ ജനം തടിച്ചുകൂടാനും ജനത്തെ നിയന്ത്രിക്കാനും പോലീസിന് സാധിക്കാതെ വരും. ഇതുവരെ ഒറ്റക്കെട്ടായി നാമെടുത്ത പ്രയത്നങ്ങളെല്ലാം ഇല്ലാതായി പോകുന്ന സ്ഥിതിവിശേഷം സംജാതമായേക്കാം. അതുകൊണ്ട് തന്നെ ദ്രുതഗതിയിൽ ബാറുകൾ തുറക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ പുനഃപരിശോധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ ഇവിടെ. സംസ്ഥാനത്തെ നിരവധി ഫാക്ടറികളും കടകളും അടഞ്ഞുകിടന്നിരുന്ന കാലമുണ്ടായിരുന്നു. ആളുകൾ വരും എന്ന ഒറ്റ കാരണത്താൽ ആരാധനാലയങ്ങളിലെ പ്രാർത്ഥനകൾ നിർത്തിവച്ചിട്ട് മാസങ്ങളായി. എന്നിട്ടും അവർ കേരള സർക്കാരിന്റെ നിലപാടുകളോട് പൂർണ്ണ പിന്തുണ നൽകി ഇപ്പോഴും സഹകരിക്കുമ്പോൾ ബാറുകൾ തുറക്കാനുള്ള നീക്കം ഏറെ വേദനാജനകമാണെന്ന് കൂട്ടിച്ചേർക്കുകയാണ്. മദ്യഷാപ്പുകളേക്കാൾ ബിവറേജ് ഔട്ട്ലെറ്റുകളേക്കാൾ വേഗത്തിൽ തുറക്കേണ്ടത് ഇവിടുത്തെ ആരാധനാലയങ്ങൾ അല്ലേ എന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു.